തിരുവനന്തപുരത്ത് SFI പ്രവർത്തകർക്ക് നേരെയുള്ള KSU പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് SFI ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ SP ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. പ്രകടനമായി എത്തിയ പ്രവർത്തകരെ SP ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ച് തടഞ്ഞു. ബാരിക്കേഡ് മറികടന്നെത്തിയ പ്രവർത്തകരും പോലീസുമായി പിന്നീട് ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് പ്രവർത്തകർ SP ഓഫീസിന് സമീപത്തെ നാൽപ്പാലത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെ വീണ്ടും സംഘർഷമുണ്ടായി. സംഘർഷത്തിൽ 6 പ്രവർത്തകർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ ജില്ലാ ഭാരവാഹികളടക്കം 14 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. സമരം SFI ജില്ലാ സെക്രട്ടറി വൈഭവ് ചാക്കോ ഉദ്ഘാടനം ചെയ്തു. SFI ജില്ലാ പ്രസിഡന്റ് അനന്തു അജി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ S മേഘ, സമീർ സിംഗ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി അജിത് കുമാർ, വൈസ് പ്രസിഡന്റ് സൽമാൻ ഫൈസൽ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. ഈ കഴിഞ്ഞ ദിവസം അധികാരമേറ്റ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടന കൂടിയാണ്. ഈ നാടിനകത്ത് അവർക്ക് ഭരണം കിട്ടിയപ്പോൾ KSUക്കാർ ആദ്യം ചിന്തിച്ചത് എന്തിനാണ് വിദ്യാർത്ഥികൾക്കിടയിൽ പണിയെടുത്തില്ലെങ്കിൽ എന്താണ്, കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ക്യാമ്പസുകളിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ എന്താണ്, ഈ കേരളത്തിനകത്തെ കുറച്ച് പോലീസിനെയും ഈ കേരളത്തിനകത്തെ മറ്റ് നിയമ സംവിധാനങ്ങളെയും കയ്യിലെടുത്തുകൊണ്ട് കേരള സർവകലാശാല യൂണിയൻ അങ്ങ് കൈക്കിലാക്കാം എന്നുള്ള ദുർധാരണയുമായി ഈ കൂട്ടർ കഴിഞ്ഞ ദിവസം കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നു. പക്ഷേ കേരള യൂണിവേഴ്സിറ്റി യൂണിയന്റെ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അവിടെ ഈ വിദ്യാർത്ഥികളുടെ കൂടെ കേരളത്തിൽ ഇന്ന് എല്ലാ വിഷയങ്ങൾക്കകത്തും ക്യാമ്പസ് തുറക്കുന്നത് മുതൽ ആ വിദ്യാർത്ഥികളോടൊപ്പം ചേർന്ന് നിന്ന SFIയെ കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിലും വിദ്യാർത്ഥികൾ ചേർത്ത് നിർത്തുന്ന കാഴ്ചയാണ് ആ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ സെനറ്റ് തെരഞ്ഞെടുപ്പിനകത്ത് ഇതേ SFI തന്നെ വിജയിച്ചു വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ വിജയിച്ചു നിൽക്കുന്ന ഘട്ടത്തിലാണ് SFI സ്വാഭാവികമായും നമ്മളൊരു തിരഞ്ഞെടുപ്പ് വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് വോട്ട് ചെയ്ത വിദ്യാർത്ഥികൾക്ക് നമ്മളോട് കൂടെ നിന്ന ആ ബഹുമാനപ്പെട്ട ജനങ്ങളോട് നന്ദി സൂചിപ്പിക്കാൻ നമ്മൾ ആഹ്ലാദ പ്രകടനങ്ങൾ സംഘടിപ്പിക്കും.